ഗൈസ്, അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും കൊക്കോ പറിക്കാനായിട്ട് ഇവരുടെ തൊട്ടടുത്തുള്ളൊരു തോട്ടത്തിലേക്ക് ഞങ്ങൾ പോയേ. കൊക്കോയൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ് നിങ്ങൾ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൊക്കോയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഞങ്ങളിതേ ഒന്ന് രണ്ട് കൊക്കോയൊക്കെ പഴുത്തത് നോക്കി പറിച്ചു. കൊക്കോ മരങ്ങളാണ് കൂടുതൽ ഈ തോട്ടത്തിലുള്ളത്. അപ്പോൾ ഞങ്ങളിതേ വേറെ മരം നോക്കി പോവുകയാണ് പറിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൊക്കോയുടെ പലതരത്തിലുള്ള ബ്രീഡുകളാണ്. ജിസ്മിക്കുട്ടിയാണെങ്കിൽ കൊക്കോ മത്സരിച്ച് പറിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ തോട്ടമുള്ളത് ഈ കുന്നിൻ്റെ ചരിവിലാണ്. അതെ, ജിസ്മിക്കുട്ടിയുടെ കയ്യിരിക്കുന്നത് ഒരു വെറൈറ്റി ബ്രീഡാണ്. ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് വലിയൊരു കൊക്കോ മരത്തിൻ്റെ താഴെ എത്തി. ഇതിൽ ഒരുപാട് കൊക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയൊരു കൊക്കോ ഉണ്ടായിരുന്നു. അത് പറിക്കാനായിട്ട് ഞാൻ മരത്തിലോട്ട് ചാടി കയറി. അങ്ങനെ നമുക്ക് കിട്ടി ഗൈസ് വലിയൊരു കൊക്കോ. അങ്ങനെ കൊക്കോയൊക്കെ പറിച്ചിറങ്ങിയപ്പോഴത്തേനും കാപ്പിക്കുരു കണ്ടു ഗൈസ്, പക്ഷേ പച്ചയായിരുന്നു. അതിനുശേഷം ഞങ്ങളിത് റിസോർട്ടിന് മുൻപിലുള്ള തേയിലത്തോട്ടം കാണാനായിട്ട് പോയി ഗൈസ്. നല്ല ഭംഗിയായിരുന്നു തേയിലത്തോട്ടം കാണാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങളിത് വീട്ടിലേക്ക് പോയി ഗൈസ്.